എന്നാലുണ്ട് വാസുട്ടേട്ട് എത്ര നേരത്തെ അങ്ങക്ക് പോണോ പണിക്ക്? പിന്നെ പണിക്ക് ഇറങ്ങുമ്പോ നേരത്തെ ഇറങ്ങണ്ടേ, അല്ലാണ്ട് തോന്നിയ സമയത്ത് പണിക്ക് പോകാൻ പറ്റുമോ? ഇതിന്റെ വാസുട്ടേട്ടൻ തന്നെയാണോ ഈ പറയുന്നേ? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ. എടി ഒരു ചേഞ്ച് എല്ലാവരുടെ ജീവിതത്തിലും വേണ്ടേ, നന്നാവോ നോക്കുക. എന്റെ ദൈവമേ, എത്ര സ്ഥലത്തുണ്ടെന്ന് അറിയോ എനിക്ക് വഴിപാടൊക്കെ നേരെ കുറേ സ്ഥലത്ത് ഇട്ടിട്ടുണ്ട്. നിങ്ങളെ കൂടിയൊന്ന് നിർത്തണേന്നും പറഞ്ഞോണ്ട്. അളിയൻ എവിടെയാണ്? അളിയൻ അവിടുന്ന് ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുക. എന്ത് ഭക്ഷണം കഴിപ്പാണിത്? അളിയാ അളിയാ, പണിക്ക് പോണ്ടേ? 8 മണി തന്നെ ആവുതേ. ഇപ്പൊ അങ്ങനെ 9 മണിക്കല്ലേ ഡെയിലി പോறது? 9 മണി ഇനിയോ പറ്റില്ല. ഇനി 8 മണിക്ക് പണിക്ക് ഇറങ്ങണം. காலையில எழுந்திரிச்சு பாத்ரூம் போக வேணாமா, குளிக்க வேணாமா, சாப்பிட வேணாமா, இதெல்லாம் முடியாம எப்படி போறது? ഇതൊക്കെ നേരത്തെ ചെയ്യണം, എന്നിട്ട് ഈ സമയത്തിന് ഇറങ്ങണമെന്ന്. എന്നാ വാ നടക്ക്. പിന്നെ സഞ്ചി ആരെടുക്കും? ഇവിടെ ഒരു സാധനവും കേട്ടോ. പച്ചക്കറി, അരി, തക്കാളി, പച്ചമുളക് ഒക്കെ തീർന്നിരിക്കുക. ഒന്നത് എഴുതി വെച്ചാൽ മതിയായിരുന്നു. നല്ലൊരു കാര്യം ചെയ്യും, വിളിച്ച് പറഞ്ഞാൽ മതി. ഞാൻ പിന്നെ പണി കഴിഞ്ഞിട്ടേ വാങ്ങിച്ചിട്ട് വരാം. ഇറങ്ങിയോ? ഇറങ്ങാണ്. ഞാൻ ആലോചിക്കണേ, ഒരു 100 തവണ പണിക്ക് വിളിച്ച പോവാത്ത ഒരാളാണ്. ആ ആളിപ്പതാ ആള് നേരത്തെ ഇറങ്ങി. അഥവാ 8 മണിക്ക് പോയി വിചാരിക്ക, 2 മണിയാകുമ്പോ ആള് വീട്ടിലേക്ക് എത്തും. അല്ല, അതൊക്കെ വളരെ മോശമായിട്ടുള്ള പരിപാടി തന്നെ ആയിരുന്നു കേട്ടോ. അതല്ല എനിക്ക് തോന്നുന്നുണ്ടല്ലേ? അല്ല, അതൊക്കെ നിർത്തി. അല്ല, ഒരാളിപ്പോ പണിക്ക് വിളിക്കുമ്പോ എനിക്കൊക്കെ ഇപ്പോ 1000 റുപ്യ 1100 റുപ്യ കൂലി തരും. അതിനുള്ള പണി അറിയാം, പക്ഷെ അത് ചെയ്യില്ലല്ലോ. അപ്പൊ പൈസ തരുന്നതിലുള്ള പണി നമ്മൾ എടുക്കണം. അല്ലെങ്കിൽ പിന്നെ ആളെ കൊണ്ട് എന്തിനാ പറ്റുക? ഒന്നിനും പറ്റില്ല. അതാണ്. അപ്പൊ ചേഞ്ചൊക്കെ എല്ലാവർക്കും വേണല്ലോ. അല്ല വേണം. എന്റെ റബ്ബേ, ഞാനപ്പോ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് മാത്രല്ല ഞാൻ ചില തീരുമാനം എടുത്തിട്ടുണ്ട്. എന്താണ്? 8 മണിക്ക് പണിക്കിറങ്ങും, ഉച്ചവരെ പണിയാ, 1/2 മണിക്കൂർ ബ്രേക്ക് എടുക്കുക ഊണഴിക്കാനേ. അത് കഴിഞ്ഞാൽ 5 മണിക്ക് സാധാരണ നിർത്തും. അത് ഞാൻ 5 മണിക്ക് നിർത്തുന്നില്ല, 6 മണിക്കേ നിർത്തുന്നുള്ളൂ. പിന്നെ അതിന്റെ ഇടയ്ക്ക് ഈ ആശാരിമാരുടെ പണിയിലൊരു കുഴപ്പമുണ്ട്. എന്താണ്? ഇങ്ങനെ പണിഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് എങ്ങാനും ഒരു ഫോൺ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ഫോണിലോട്ട് പോകും. ഏകദേശം ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂർ സംസാരം. ചിലപ്പോ വീട്ടിൽ നിന്ന് ഇതേപോലെ പെണ്ണുങ്ങളൊക്കെ വിളിക്കുക. അതെ അതെ അതെ. അപ്പൊ ഞാൻ വിളിച്ചാലും നിങ്ങൾ ഫോൺ എടുക്കൂലേ? നീന്നല്ല, ആരെ വിളിച്ചാലും പണിയുടെ ഇടയിൽ ഇനി ഞാൻ ഫോൺ എടുക്കും. നീ ഫോൺ വിളിച്ചോ? ഞാൻ എടുക്കാം ഫോൺ. നീ എടുക്കില്ല ഫോൺ. നീ ഫോൺ എടുക്കണമെങ്കിൽ അവിടെ എന്നാ മതി. അല്ല, വേല ചെയ്യற ടൈമിൽ സുമ ഏതാവും തേപ്പിട്ട് വിളിച്ചോ? കൂപ്പിട വേണം. അത് കൂപ്പിടണ്ട. പണി എടുക്കാൻ വരുമ്പോ പണി എടുക്കണം. അതല്ല, ഫോൺ ചെയ്യാണെങ്കിൽ ഇവിടെ ഇരുന്നോ. മധ്യാഹ്നം 1/2 മണി നേരം എന്നുള്ളത് 1 മണി നേരം. 1 മണി നേരമല്ല, ഞാൻ പറയണ പോലെ എന്റെ കൂടെ വരുമ്പോ പണിയും. എന്നത് ഏടാ ചങ്ങായി, ഓന്ന് നന്നാകാൻ ശ്രമിക്കും. ഇജ്ജിങ്ങനെ തടയല്ലേ? സമ്മതിക്കില്ല. വേണ്ട, ആ പരിപാടി ഒന്നും എന്റെ കൂടെ വരുമ്പോ നടക്കില്ല. സാധനം എടുക്ക്. ആയിക്കോട്ടെ. ഓ ഇത് സാപ്പാട് 2 പേർക്ക് വെച്ചിട്ടുണ്ട്. ഞാൻ ആലോചിക്കണതേ എന്തെങ്കിലും ആവട്ടെ. അല്ല, ഈ ഒരു രീതിയിൽ ആയി തീർന്നല്ലോ. ആ കുടി നിർത്തിയത് തന്നെ എനിക്ക് വലിയ സമാധാനം. അത് മുഖത്ത് കാണാനുണ്ട്. മുഖത്തൊരു തെളിച്ചം കണ്ടില്ലേ? രാവിലെ തന്നെ പൊതിഞ്ഞു കൊണ്ടുപോയി. അല്ല, നമ്മളെ കൊണ്ടയാക്കിയത് എത്ര നന്നായി. ഈ രക്ഷപ്പെട്ട് മല്ലികേ. ഇനി ഇജ്ജ് നോക്കിക്കോ, ഓന്ത് എത്രയും പെട്ടെന്ന് ഒരു വീട് വെക്കും. അതെ, അല്ല, ഞാനിപ്പോ ഇന്ന് ഇത്തിരി തിരക്കുള്ളതുകൊണ്ടാടാ. അല്ലേ കുഴപ്പമില്ലായിരുന്നു. ഞാൻ ഒരു 4 മണിയാകുമ്പോഴേ എൻ്റെ അടുത്തേക്ക് വരാം. 4 മണിക്കാ? അവിടെ അങ്ങനെ ഒരുമിച്ച് പോയാ പോരാ? ഈ സൈമൻ ചേട്ടനെ ഇത് ആർക്കെങ്കിലും വാടക കൊടുത്തിട്ട് ഗൾഫിലോട്ട് പോകാനുള്ള പരിപാടിയാണ്. അതിന്റെ റൂം സ്പേസ് ഉണ്ട്, പിന്നെ കുറെ മെഷീനറീസ് ഉണ്ട്, ഒരുപാട് വർക്ക് കൊണ്ട് ആ ഓർഡറേ. അപ്പൊ വാടക കൊടുക്കാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് നോക്കുന്നു പറഞ്ഞു എന്നോട്. അല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് നല്ലതാണ്. ഇപ്പൊ വാസുട്രൈ കുടിയൊക്കെ കഴിഞ്ഞൊക്കെ നിർത്തി, ഇപ്പൊ മദ്യപാനൊക്കെ നിർത്തി നിക്കണാരനെ അവൻ നോക്കിക്കോളും സംഭവം. പിന്നെ ഇപ്പൊ നമ്മളന്നും പറഞ്ഞില്ലേ, ഇവന് എന്തെങ്കിലും ഒന്ന് കണ്ടെത്തണത് നല്ലതാണെന്ന് പറഞ്ഞില്ലേ? എവിടെയും കൊണ്ട് ഇരുത്തിയ പിന്നെ അങ്ങനെ അങ്ങോട്ട് കുഴപ്പമില്ലാണ്ട് പോയിക്കോളേ. ഈ വെറുതെ ഇരിക്കുമ്പോഴാണ് ഈ മദ്യപാനും പരിപാടിയൊക്കെ. പുള്ളി നല്ല മൈൻഡുള്ള ആളാണ്. ഇവനാണെന്നൊക്കെ പറഞ്ഞ ഒരു സഹായ വിലക്കൊക്കെ അത് കൊടുക്കും, അല്ലെങ്കിൽ വെറുതെ നശിക്കൂല അവിടെ.
ഇപ്പൊ എന്താണ് ഇപ്പൊ നമ്മളെ ആദ്യം എന്താ കൊടുക്കേണ്ടി വരികയെന്നല്ലോ 3 മാസത്തെ വാടക അഡ്വാൻസ് ആയിട്ട് കൊടുക്കേണ്ടി വരും എന്നാ പറഞ്ഞത്. പിന്നെ മാസം കൃത്യമായിട്ട് റെന്റ് അയാളുടെ അക്കൗണ്ടിൽ ഇട്ട് കൊടുത്താൽ മതി. പുള്ളി പുറത്തേക്ക് പോണേന്. അല്ല അതൊക്കെ ഇപ്പൊ നമുക്ക് എങ്ങനെയും സംഘടിപ്പിച്ചിട്ട് കൊടുക്കാം. പിന്നെ കൊടുക്കേണ്ട പൈസക്ക് ഒരു 6 മാസമെങ്കിലും അവധി നമുക്ക് കിട്ടണം. ഒരു 6 മാസത്തെ ഗ്യാപ്പ്. അതൊന്നും കുഴപ്പമില്ല, സംസാരിച്ച അയാൾ തരും. സംസാരിച്ച് വെക്കണം കേട്ടോ. എന്നാലാണ് കാരണം എന്താ വെച്ചാൽ നമുക്ക് ഒറ്റയടിക്ക് പൈസ എടുത്ത് അങ്ങനെ വേണം ഗൾഫിൽ പോവാണെന്നൊക്കെ പറഞ്ഞ് നടക്കില്ല എന്ന് പറഞ്ഞു. പൈസ ഞാൻ സംഘടിപ്പിക്കാം എവിടെന്നെങ്കിലും. അല്ല കൊടുക്കാം. ഹലോ ദോരയാ എന്താണ് എന്നിട്ട് വരാ ശരി അല്ല ദോരയാണ് വിളിച്ചത്. മറ്റേ വാസുട്ടി എന്താ തലയിറങ്ങി വീണിത്രേ കടപ്പുറത്ത്. തലയിറങ്ങി വീഴ എന്താ പടച്ചോണിക്കറിയാം എന്താ തലയിറങ്ങി വീണൊന്ന് വേഗം വാ പരീക്ക വേഗം വാന്നൊക്കെ പറയുന്നുണ്ട്. ഈ മരുന്ന് കഴിച്ചാൽ പലതും സംഭവിക്കും. അത് വല്ല ഇടങ്ങറായി മാറുമോ നോക്കാം. ഞാൻ ഡ്രസ്സ് മാറ്റേ വണ്ടിക്ക് പോകാം. ഏട്ടങ്ങറാന്ന് നോക്കിയ റബ്ബേ. ഇതിപ്പോ മദ്യപാനം നിർത്തിയത് ഇപ്പൊ അതിനേക്കാളും മേലെ ഉണ്ടാവുമല്ലോ.